പാലക്കാട് കലാക്ഷേത്ര കലാസാഹിത്യവേദിയുടെ 7ാമത് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. നാടക സംവിധായകൻ കണ്ണൻ പാലക്കാടിന്റെ കണ്ടോ നിങ്ങളെന്റെ കുട്ടിയെ കണ്ടോ എന്ന നാടകത്തിനാണ് നാടക പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചത്. കവി എം.വി. ദേവന്റെ വീടിന്റെ ജാതകത്തിനാണ് കവിതയ്ക്കുള്ള പുരസ്കാരം നൽകിയത്. കഥയ്ക്കുള്ള പുരസ്കാരം കഥാകൃത്ത് ബിന്ദു പ്രതാപിന്റെ കഥാസമാഹാരമായ ക്യാൻവാസിന് സമർപ്പിച്ചു. നവാഗത എഴുത്തുകാർക്കുള്ള പുരസ്കാരം നോവലിസ്റ്റ് റാണി ജോൺ പരുമലയും കവയിത്രി മേഘ്ന ഹരിയും ഏറ്റുവാങ്ങി. നാടക സംവിധായകൻ കാളിദാസ് പുതുമന പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ആ എഴുത്തൊരു ശീലമാക്കുക. സാധാരണ നമ്മൾ പല്ല് തേക്കുന്നത് പോലെ കൊടുക്കുന്നത് പോലെ എഴുതുന്നത് ഒരു ശീലമാക്കുക. അങ്ങനെ ശീലമാക്കുക. ഒരു 10 വാചകം എഴുതുമ്പോൾ ആലോചിക്കുക, 10 പുസ്തകമെങ്കിലും വായിക്കുക, എന്നിട്ട് 10 വാചകം എഴുതുക. വായന അതാണ് നമ്മുടെ ലൈബ്രറിയുടെ നിൽക്കല്ലേ വന്നിരിക്കാൻ. ലൈബ്രറിയുടെ ഏറ്റവും വലിയ ആവശ്യതാണ്. ഇപ്പോൾ ഒട്ടും ജനമില്ലാത്ത കേന്ദ്രമാണ് ലൈബ്രറി എന്നുള്ളത്. കേരളത്തിൽ ഉടനീളം നിങ്ങൾ നോക്കിക്കോള്, ലൈബ്രറിയിലാണ് ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലുണ്ടാവട്ടെ. നിങ്ങളുടെ മനസ്സുകൾ പരസ്പരം കൈമാറാൻ നിങ്ങൾക്കൊരു വേദി ഉണ്ടാവട്ടെ. മാസത്തിലൊരിക്കലോ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുക, സംസാരിക്കുക. കലാസാഹിത്യവേദി പ്രസിഡന്റ് എ. ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി. എസ്.വി. അയ്യർ, അശോകൻ രാജീവം, പവിത്രൻ ഓലശ്ശേരി, എൻ. ജയകുമാർ, ടി. അഭിലാഷ്, പരമേശ്വരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. UTV ന്യൂസ്, പാലക്കാട്.